ഓ ധന്യ ജപമാലയെ, എത്ര സുന്ദരമാണ് നിന്നെ ഞാൻ കാണുമ്പോൾ! നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ കൈകളിൽ, വിശുദ്ധരായ വൈദികരുടെ കൈകളിൽ, പരിശുദ്ധരായ സന്യസ്തരുടെ കൈകളിൽ, ധന്യരായ ആത്മാക്കളുടെ കൈകളിൽ, വൃദ്ധരുടെയും യുവാക്കളുടെയും കൈകളിൽ, പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരുടെ കൈകളിൽ, സമാധാനവും സന്തോഷവും കാക്ഷിക്കുന്ന ജപമാല സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുന്ന ഒട്ടനേകം ജനതകളുടെ കൈകളിൽ. ജോൺ 23 മാർപ്പാപ്പയുടെ ഈ വിശേഷണങ്ങൾ എത്ര മാധുര്യമുള്ളതാണ്! ജപമാല ചൊല്ലി മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് തിരികെ വന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അതിലൊരാളാണ് വാഴ്ത്തപ്പെട്ട ബർത്തലോ ലോങ്കോ. സാത്താൻ ആരാധകനും സാത്താന്റെ പുരോഹിതനുമായിരുന്നു അദ്ദേഹം. 1841 ഫെബ്രുവരി 10 ബർത്തലോ ലോങ്കോ ജനിച്ചത്. കുഞ്ഞുനാളിൽ തന്നെ ക്രിസ്തീയവും മതനിരപേക്ഷവുമായ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ചെറുപ്പത്തിൽ മാതാപിതാക്കളോട് ഒരുമിച്ച് ജപമാല ചൊല്ലുന്ന പതിവ് ആ കുടുംബത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമം പഠിക്കാനായി നേപ്പാൾസിലേക്ക് യാത്രയായ അദ്ദേഹത്തിന്റെ ജീവിതം തലക്കീഴായി മറിഞ്ഞു. കടുത്ത ദൈവനിഷേധിയായി അദ്ദേഹം മാറി. ഹൃദയത്തിൽ അധമ വികാരങ്ങൾ നീന്തി തുടിച്ചു. മാർപ്പാപ്പയ്ക്കെതിരെ മുഷ്ടി ചുരുട്ടാൻ അദ്ദേഹം ഭയപ്പെട്ടില്ല. അതിന്റെ അനന്തരഫലം ഹൃദയഭേദകമായിരുന്നു. അദ്ദേഹം സാത്താൻ ആരാധകനും സാത്താൻ പുരോഹിതനുമായി. സഭയും സമൂഹവും കുടുംബാംഗങ്ങളും അദ്ദേഹത്തിനു വേണ്ടി മനമൊരുക്കി പ്രാർത്ഥന ആരംഭിച്ചു. ബർത്തലോയുടെ നാട്ടുകാരനായ പ്രൊഫസർ വിൻസെന്റ് പെപ്പയും ഡൊമിനിക്കൻ സഭാംഗമായ ഫാദർ ആൽബർട്ടും നിരന്തരമായും നടത്തിയ സന്ദർശനങ്ങളുടെയും ഉപദേശങ്ങളുടെയും ഫലമായി ബർത്തലോ ലോങ്കോ ഒരു മടങ്ങിവരവിന് തയ്യാറായി. പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കിനോട് പറഞ്ഞ "എന്റെ ജപമാല പ്രചരിപ്പിക്കുന്നവരെ ഞാൻ രക്ഷിക്കും" എന്ന വാക്ക് ഉദ്ധരിച്ചാണ് ഫാദർ ആൽബർട്ട് ബർത്തലോ ലോങ്കോയെ സാത്താനിക ജീവിതത്തെ മറയത്തിലേക്ക് തിരിച്ചുവിട്ടത്. ചെളിയിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റ അദ്ദേഹം മാലിന്യങ്ങൾ കഴുകി ശുഭ്രവസ്ത്രം ധരിച്ചു. 1871 മാർച്ച് 25 ഡൊമിനിക്കൻ 3-ാം സഭയിൽ ചേർന്ന് ജപമാല സഹോദരൻ എന്ന പേര് സ്വീകരിച്ചു. പൈശാചിക പ്രവൃത്തികൾക്കെതിരെയും സാത്താൻ ആരാധകർക്കെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു. ഒരുപാട് അപവാദങ്ങളിലൂടെയും രോഗദുരിതങ്ങളിലൂടെയും അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നു. അപ്പോഴെല്ലാം അദ്ദേഹത്തെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് ജപമാല പ്രാർത്ഥനയായിരുന്നു. ജപമാല കൈകളിലേന്തി അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു: ജപമാല രാജ്ഞിയോടുള്ള നിങ്ങളുടെ വിശ്വാസത്തെ ഉണർത്തുക. എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഞാൻ ശരണം വെച്ചത് അമ്മയിലാണ്. എല്ലാ പ്രതീക്ഷയും അമ്മയാണ്. എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, മറിയത്തെ കാണണം. കാരണം അവളാണ് സാത്താൻ്റെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്. 1926 ഒക്ടോബർ 5 ഇഹലോകം വെടിഞ്ഞ അദ്ദേഹത്തെ 1980 ഒക്ടോബർ 26 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തി. മാതൃസ്നേഹത്തിൻ്റെ ജപമാലയിൽ കോർത്ത ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്ന കാരണത്താലാണ് ജപമാല സഹോദരൻ എന്ന് ബർത്തലോ ലോങ്കോ അറിയപ്പെട്ടത്. ഇന്ന് അനേകരുടെ ആത്മീയ ഭാഷണങ്ങളിലൊന്നാണ് ജപമാല. കത്തോലിക്ക സഭയിൽ ജപമാല കൈകളിലേന്തി ഭക്തിപൂർവ്വം ഈ പ്രാർത്ഥന ചൊല്ലുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ലോകത്തിൻ്റെ ഏത് കോണിലും നമുക്ക് കാണാൻ സാധിക്കും.